അപ്പൊ തുടങ്ങാല്ലേ? ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അവൾ പ്രൂവ് ചെയ്യട്ടെ. A few years later. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് വാങ്ങിച്ചു വെക്കുക. എന്റെ തല ഞാൻ മുട്ടയടിക്കും. 3 പ്രാവശ്യം ഞാൻ നല്ല മുട്ടയടിച്ചിട്ടുണ്ട്. എല്ലാരും വിളിച്ചു. ഇവർക്കെതിരെയുള്ള എല്ലാ 12 കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ആ എല്ലാ സെക്ഷനുകളും നിലനിൽക്കും എന്നാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ. ഇവരെല്ലാവരും ഈ ക്രൈമിൽ നേരിട്ട് ഇടപെട്ടവരാണ്. അതായത് എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ. ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂൾ ഏതാണെന്നും അവിടെ പഠിച്ചിട്ടുള്ളത് എന്താണെന്നും ഉത്തമ ബോധ്യമുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാനൊരു വളരെ അധികം 10-22 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. എനിക്ക് ഇതിൻ്റെയൊക്കെ നിയമവശമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ എന്ത് കാര്യവും ഒരു പരസ്യമായ നിലപാട് ഈ പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ പരസ്യമായ നിലപാട് ഈ കേസിൽ ഞാൻ എടുക്കുമ്പം ഞാൻ ലീഗലി ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട് ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷി ഹസ് ബീൻ റേപ്ഡ്. സോറി. റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് ഐ ഡോണ്ട് ബിലീവ് ഞാനത് ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല. ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. സത്യത്തിൽ ഈ ഒരു ഭാവനയുടെ കേസുണ്ടല്ലോ, സീരിയലിൽ പോലും വർക്കാവില്ല. പഴയ പ്രേമനസീറിൻ്റെയും സോമൻ്റെയും സുകുമാരൻ്റെയും സിനിമയിൽ വർക്കാവില്ല എന്നത് പോട്ടെ, ഇപ്പോഴുള്ള സീരിയലുകൾ പോലും വർക്കാവില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സർവൈവർ ആണെങ്കിൽ അവൾ ആദ്യം വിക്ടിം ആണെന്ന് പ്രൂവ് ചെയ്യട്ടെ ബിഫോർ എ കോർട്ട് ഓഫ് ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്ത് നായികയാണ് ഇവിടെ? എന്ത് സർവൈവ് ചെയ്തു എന്നാണ്? ഷീ ഗോട്ട് എ ഹസ്ബൻഡ്, ഷീ ഗോട്ട് എ കരിയർ, ഷീ ഈസ് ആക്ടിങ് ഇൻ ഫിലിംസ്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനുഷ്യന്റെ പ്രശ്നമാണ്. കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കേണ്ട. ഷീ ഈസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കണത്? ഇനി ഷീ ഈസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അങ്ങനെയാണോ? എന്താ ഇവൾക്ക് മാത്രം എന്താ കൊമ്പോ? ഇവള് മാത്രം ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പോരാട്ടത്തിന്റെ നായിക, തേങ്ങാക്കൊല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? മഞ്ഞൊരുങ്ങി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഒരു കസേരയിൽ മന്ത്രിമാരോടും IAS ഉദ്യോഗസ്ഥ മറ്റേ ഇവരുടെയൊക്കെ കൂടെ വലിയ ഡിഗ്നിറ്ററീസിന്റെ കൂടെ പോയി ഇരിക്കാൻ എനിക്ക് എന്ത് അർഹതയുണ്ട് ഇപ്പോൾ എന്ന് അവൾ തന്നെ സ്വയം വന്നിട്ടുണ്ട്. സ്വയം ഒന്ന് അവൾ ചോദിച്ചിരുന്നെങ്കിൽ അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോവില്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.